4037 എന്ന് പറഞ്ഞ ഈ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഹരിക്കുക എങ്ങനെയെന്നാണ് പറയാൻ പോകുന്നത്. അതായത് 4 എന്ന് പറഞ്ഞ നമ്പറിൽ എത്ര, ഈ 4-ൽ ഇതിലെത്ര 4 ഉണ്ട് എന്നാണ് നോക്കുക. 4ൻ്റെ ടേബിൾ ഈ സൈഡിലുള്ള നമ്പർ ഏതാണോ അതിൻ്റെ ടേബിളാണ് നമുക്ക് അറിയേണ്ടത്. ഞാനിവിടെ അത് സൈഡിലിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ നമ്പറും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 4-ൽ എത്ര 4 ഉണ്ട്? 1 1 4 എന്ന് പറഞ്ഞാൽ ഒരു 4 എന്ന് പറഞ്ഞാൽ 4ആണ്. അപ്പോൾ സെയിം നമ്പർ നമ്മൾ താഴേക്ക് എഴുതി. എന്താ 4 മൈനസ് 4, 4-ൽ 4 കുറച്ചാൽ 0ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 0 വന്നതെന്ന് വിചാരിച്ചിട്ട് അടുത്ത നമ്പർ ഈ 0 അല്ലേ, ഈ 0നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മൈൻഡ് ചെയ്യാതെ പോകാൻ പാടില്ല. ആ 0-ൽ 0 എന്ന് പറഞ്ഞ നമ്പറിൽ 4 ഇല്ല എന്ന് കാണിക്കാൻ ആ 0 മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് 0 ആയതുകൊണ്ടല്ല ഇട്ട് കൊടുക്കുന്നത്. 0-ൽ എന്തായാലും ഒരു 4 പോലും ഇല്ലല്ലോ, അതില്ല എന്ന് കാണിക്കാനാണ് 0 ഇട്ടത്. അടുത്ത നമ്പർ 3 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, 3 എന്ന് പറഞ്ഞ നമ്പറിൽ 4 ഇല്ലാത്തത് കൊണ്ട് വീണ്ടും നേരത്തെ പോലെ 0 ഇട്ട് കൊടുക്കുക. ഇവിടെ 0 ആയതുകൊണ്ടല്ല ഇവിടെ 0 ഇട്ടത്, 4-നേക്കാളും ചെറിയ നമ്പറാണ്, അതുകൊണ്ടാണ്. അതേപോലെ 4-നേക്കാൾ ചെറിയ നമ്പറാണ് 3. 3 എന്ന് പറഞ്ഞ നമ്പറിലും എന്തില്ല, 4 ഇല്ല, വീണ്ടും 0 ഇട്ട് കൊടുത്തു. അടുത്ത നമ്പർ 7 ആണ്. 7 താഴത്തേക്ക് എഴുതി. ഇപ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ 3ൻ്റെ കൂടെ 7 കൂടി ഇല്ലേ, 37. അതായത് 37-ൽ എത്ര 4 ഉണ്ട്? നമ്മുടെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 37 വരുന്നത് 36-ൻ്റെ ശേഷം 40-ൻ്റെ മുന്നെയാണ്. അപ്പോൾ 9 × 4 എന്ന് പറഞ്ഞാൽ 36ആണ്. നമുക്ക് ആ 9 ഇവിടെ ഇട്ട് കൊടുക്കാം. 9 × 4 36, 37 36 മൈനസ് ചെയ്താൽ 1 എന്ന് പറഞ്ഞാൽ അത് ശിഷ്ടമാണ്. അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും, റിമൈൻഡർ എന്ന് പറയും. ഇത് കോഷ്യൻ്റ് ആണ്, ഹരണഫലം. ഇംഗ്ലീഷിൽ കോഷ്യൻ്റ് എന്ന് പറയും.